അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നഈം വിഷൻ എന്ന ചാനലിൽ വരുന്ന ക്ലാസ്സുകൾ അത് കേൾക്കുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പറയുന്നത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ലക്ഷക്കണക്കിനായ ഹാജിമാർ ഈ വർഷം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർളിയായ സിയാറത്തും നിർവഹിച്ച് സന്തോഷത്തോടെ, വളരെ സന്തോഷത്തോടെ നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്താൻ, അവരുടെ ഓരോരുത്തരുടെയും നാടുകളിലേക്ക് തന്നെ തിരിച്ചു ചെല്ലാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് അത് നിർവഹിക്കാൻ ഭാഗ്യമുണ്ടാവുക എന്നത് അൽഹംദുലില്ലാഹ് വളരെ വലിയ സൗഭാഗ്യമാണ്. നമുക്കെല്ലാം അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് നിർവഹിച്ചവർക്കും നിർവഹിക്കാത്തവർക്കുമൊക്കെ ഇനിയും ഒരുപാട് പ്രാവശ്യം പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. സൂറത്ത് ആലി ഇംറാൻ 97-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നതാണ്. നമുക്ക് ഹജ്ജ് കർമ്മം നിർബന്ധമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്ന ഒരായത്ത് കൂടിയാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി. അതേ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കൽ മനുഷ്യർക്ക് നിർബന്ധമാണ്, ജനങ്ങൾക്ക് നിർബന്ധമാണ്. അതാർക്കാണ്? മനിസ്തതാഅ ഇലൈഹി സബീല. സാമ്പത്തികമായും ആരോഗ്യപരമായുമെല്ലാം കഴിവുള്ള മുഅ്മിനീങ്ങൾക്ക് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കൽ നിർബന്ധമാണ്. ശേഷം അല്ലാഹു പറയുന്നു, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. നമ്മൾ ഈ ഹജ്ജ് കർമ്മമൊക്കെ നിർവഹിക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് നമ്മൾ ചെയ്തില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല, അള്ളാഹുവിന് ഒന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അള്ളാഹു പറഞ്ഞു, വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആരെങ്കിലും ഈ ഹജ്ജ് കർമ്മത്തെ നിഷേധിച്ചാൽ, വമൻ കഫറ എന്നർത്ഥം വമൻ ലം യഹുജ്ജ എന്നാണ്. ആരെങ്കിലും ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടില്ലെങ്കിൽ എന്നാണ് അവിടെ പറയേണ്ടത്. വമൻ ലം യഹുജ്ജ എന്ന് പറയേണ്ടതിന് പകരം അള്ളാഹു അവിടെ പ്രയോഗിച്ച വാക്കെന്താണ്? വമൻ കഫറ. വമൻ കഫറ എന്ന വാക്കാണ് അവിടെ ഉദ്ദേശിച്ചത്, അവിടെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. ആരെങ്കിലും ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യവാനാണ്, ജനങ്ങളിൽ നിന്നെല്ലാം ഐശ്വര്യവാനാണ്. നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും, ഒരു ഹജ്ജ് കർമ്മം നിർവഹിച്ചില്ലെങ്കിലും, ഒരു നിസ്കാരവും നിങ്ങൾ നിർവഹിച്ചില്ലെങ്കിലും അള്ളാഹുവിന് ഒന്നും നഷ്ടപ്പെടാനില്ല. അള്ളാഹു എപ്പോഴും ഗനിയാണ്, അവൻ ഐശ്വര്യവാനാണ്. നിങ്ങളിൽ നിന്നൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല. പക്ഷേ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പറഞ്ഞത് അത് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇതാ നോക്കൂ, ഈ ആയത്തിൽ വമൻ കഫറ വമൻ ലം യഹുജ്ജ, ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചില്ലെങ്കിൽ എന്ന് പറയേണ്ടതിന് പകരം വമൻ കഫറ, ആരെങ്കിലും ഹജ്ജ് കർമ്മം ഹജ്ജ് നിഷേധിച്ചാൽ, വമൻ കഫറ എന്നിവിടെ പ്രയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് ഇമാം ഇസ്മാഈലുൽ ഹിഖി റളിയല്ലാഹു അൻഹു പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. വമൻ കഫറ വുളിഅ മൻ കഫറ മൗളിഅ മൻ ലം യഹുജ്ജ. മൻ ലം യഹുജ്ജ, ഒരാൾ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടില്ലെങ്കിൽ എന്ന് പറയേണ്ട സ്ഥാനത്ത് മൻ കഫറ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നു. അത് തഅകീദൻ ലിവുജൂബിഹി, പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർബന്ധമാണ് എന്ന് ശക്തമായി നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. വതശ്ദീദൻ ലിതാരികിഹി, ആ ഹജ്ജ് കർമ്മത്തെ ഉപേക്ഷിക്കുന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്? ആയത്തിന്റെ അർത്ഥം മല്ലം യഹുജ്ജ മഅൽ ഖുദ്റതി അലൈഹി ഫഖദ് ഖാറബൽ കുഫ്റ. അതേ, ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ കഴിവുണ്ടായിട്ടും, ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷിയും ആരോഗ്യവും എല്ലാം ഉണ്ടായിട്ടും ഒരാൾ
അത് നിർവഹിക്കുന്നില്ല എങ്കിൽ ഫഖദ് ഖാറബൽ കുഫ്റ, അവൻ കാഫിറായി പോകുന്നതിനോട്, കുഫറിലേക്ക് പോകുന്നതിനോട്, അവൻ അവിശ്വാസിയായി പോകുന്നതിനോട് അവൻ അടുത്തിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ സ്ഥാനത്താണ്. കഴിവുണ്ടായിട്ടും ഹജ്ജ് കർമ്മം നിർവഹിക്കാതിരുന്നാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ സ്ഥാനത്താണ് എന്ന് മഹാനായ ഇസ്മായിൽ അൽ-ഹഖി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അതേ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ നിഷേധിക്കുന്ന ഒരുവന്റെ പ്രവർത്തനമാണ് അവൻ്റെ പ്രവർത്തനം. ഹജ്ജ് കർമ്മം നിഷേധിച്ചാൽ കാഫിറായി പോകും. അപ്പോൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ നിഷേധിക്കുന്ന ഒരാളുടെ പ്രവർത്തനം പോലെയായി ഇവൻ്റെ പ്രവർത്തനം മാറിപ്പോകുന്നുണ്ട്. കാരണം ഇവന് സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും അവൻ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നില്ല. അവൻ കാഫിറായി പോകുന്നതിനോട് അടുത്തുപോയിരിക്കുന്നു, കുഫറിനോട് അവൻ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള സാമ്പത്തിക ശേഷി തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളത് നിർവഹിക്കണം. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, എൻ്റെ പോക്കറ്റിൽ പൈസയില്ല, എൻ്റെ അക്കൗണ്ടിൽ പൈസയില്ല എന്ന് കരുതി ഹജ്ജ് കർമ്മത്തിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. കാരണം എൻ്റെ വീടും സ്ഥലവും കൂടി വിറ്റാൽ 50 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ പൈസയില്ലെങ്കിലും, എൻ്റെ കയ്യിൽ പൈസയില്ലെങ്കിലും, എൻ്റെ പേഴ്സിൽ പൈസയില്ലെങ്കിലും, എൻ്റെ ഖജനാവിൽ പൈസയില്ലെങ്കിലും എനിക്ക് ഹജ്ജ് കർമ്മം നിർബന്ധമാണ്. കാരണം എൻ്റെ വീടും വസ്തുവും വിറ്റാൽ 50 ലക്ഷം രൂപ കിട്ടും. ചിലപ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കാനുള്ള അരി വീട്ടിലുണ്ടാവുകയില്ല, ഇന്ന് ഭക്ഷണം കഴിക്കാനുള്ള അരി എൻ്റെ വീട്ടിലില്ല, എന്നിട്ടും എൻ്റെ വീടും സ്ഥലവും കൂടി വിറ്റാൽ 50 ലക്ഷം രൂപ കിട്ടുമെങ്കിൽ അവന് ഹജ്ജ് കർമ്മം നിർബന്ധമാണ്. നമ്മളത് മനസ്സിലാക്കണം. പൈസ ഉണ്ടെങ്കിലല്ലേ ഹജ്ജിന് പോകേണ്ടതുള്ളൂ. എൻ്റെ കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന പലരുമുണ്ട്. അവരുടെ വീടും വസ്തുവും വിറ്റാൽ ഒന്നുകിൽ 50 ലക്ഷം, 75 ലക്ഷം, 1 കോടി രൂപ കിട്ടുന്നതായിരിക്കും. അവന് ഹജ്ജ് കർമ്മം നിർബന്ധമാണ്. എങ്ങനെ? ഈ വീടും വസ്തുവും അവൻ വിൽക്കണം. 50 ലക്ഷത്തിന് വിറ്റിട്ട് അവന് ഹജ്ജ് കർമ്മത്തിനുള്ള പൈസ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള പൈസ ഉപയോഗിച്ച് മറ്റൊരു വീടും വസ്തുവും വാങ്ങി അവൻ കുടുംബത്തിന് കൊടുക്കണം. അവിടെ കുടുംബത്തെ ആക്കിയിട്ട് അവൻ ഹജ്ജിന് പോകൽ നിർബന്ധമാണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് സാമ്പത്തികമായി ശേഷി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഡയറക്റ്റായി നമ്മുടെ കയ്യിൽ പൈസ വേണം എന്നല്ല, സമ്പത്തുണ്ടായാൽ മതി. അവിടെ ഹജ്ജ് കർമ്മം നിർബന്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ആ ഹജ്ജ് കർമ്മം നമുക്കറിയാം. ഇസ്ലാം കാര്യം 5. ഇസ്ലാം കാര്യം 5ആണ്. അവകൾ അറിയൽ ഫർദാണ് നമ്മൾ പാടാറുണ്ട്. എന്നാൽ ആ 5ാമതായി നമുക്ക് നിർബന്ധമാക്കിയ ഒന്നാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്നുള്ളത്. ആ ഹജ്ജ് കർമ്മം ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം നിർവഹിച്ചാൽ അൽഹംദുലില്ലാ അവൻ്റെ ആ നിർബന്ധം അവൻ്റെ വുജൂബ് വീടുന്നതാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യാ അയ്യുഹന്നാസ് ഖദ് ഫറളല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഹജ്ജ് ചെയ്യണമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ ഫഖാല റജുലുൻ, അതാ സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ ചോദിക്കുകയാണ്, അകുല്ല ആമിൻ യാ റസൂലല്ലാഹ്, എല്ലാ വർഷവും ഹജ്ജ് കർമ്മം നിർവഹിക്കണോ നബിയേ? ഹജ്ജ് നിർവഹിക്കണമെന്ന് പറഞ്ഞത് എല്ലാ വർഷവും നിർവഹിക്കൽ നിർബന്ധമാണോ? ഫസകത, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അതാ ഈ മനുഷ്യൻ വീണ്ടും വീണ്ടും ചോദ്യം ആവർത്തിക്കുകയാണ്. ഹത്താ ഖാലഹാ സലാസൻ, ആ മനുഷ്യൻ 3 പ്രാവശ്യം അങ്ങനെ ചോദിച്ചു. ആ 3 പ്രാവശ്യം ചോദിക്കുന്നത് വരെയും, ആ 3 പ്രാവശ്യം ചോദിച്ചപ്പോഴും, ആ 2 പ്രാവശ്യം ചോദിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയാതെ മിണ്ടാതെ നിൽക്കുകയാണ്. 3ാമതും ആ മനുഷ്യൻ ചോദ്യം ആവർത്തിച്ചപ്പോൾ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത്, നീ ആ ചോദ്യം ചോദിച്ചപ്പോ എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാണോ നീ ചോദിച്ചപ്പോൾ ഞാനെങ്ങാനും നഅം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അതെ എന്ന് ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാ വർഷവും ഹജ്ജ് കർമ്മം നിർവഹിക്കൽ നിർബന്ധമായി പോകുമായിരുന്നു. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ വർഷവും നിർവഹിക്കണോ എന്നൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിച്ചുള്ള ചോദ്യം നിങ്ങൾ ഒഴിവാക്കണം. അങ്ങനെ ഞാനെങ്ങാനും ഞാൻ എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ എല്ലാ വർഷവും നിർബന്ധമാകും, വലമസ്തതഅ്തും, നിങ്ങൾക്കതിന് കഴിയുകയുമില്ലായിരുന്നു. എല്ലാ വർഷവും നിർവഹിക്കാൻ നിങ്ങൾക്ക് പറ്റുകയുമില്ല.
നിങ്ങൾക്ക് പരലോകത്തത് പ്രശ്നമായി മാറിയേനെ. സുമ്മ ഖാല അലൈഹിസ്സലാത്തു വസ്സലാം, തങ്ങൾ പറയുകയാണ്, ദറൂനി മാ തറക്തും, ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാ വർഷവും ചെയ്യണമെന്നും പറഞ്ഞില്ലല്ലോ. അത് പറയാതെ നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം നിർവഹിച്ചാൽ തന്നെ ആ നിർബന്ധം വീടുന്നതാണ്. എല്ലാ വർഷവും നിർവഹിക്കണമെങ്കിൽ ഞാനത് പ്രത്യേകം പറയില്ലേ? അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫഇന്നമാ, അവിടുന്ന് ശേഷം പറയുന്നു, ഫഇന്നമാ ഹലക മൻ കാന ഖബ്ലകും ബികസ്റതി സുആലിഹിം, നിങ്ങളുടെ മുൻഗാമികളായിരുന്ന സമൂഹത്തിൽ പലരും നശിച്ചു പോകാൻ കാരണം തന്നെ അവർ ചോദ്യം വർദ്ധിപ്പിച്ചത് കൊണ്ടാണ്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് അവർ നശിച്ചു പോകാൻ തന്നെ കാരണം. വഖ്തിലാഫിഹിം, അവർ പരസ്പരം എതിരഭിപ്രായമുള്ളവരായി പോയി. അല അംബിയാഇഹിം, അവരുടെ അംബിയാക്കളുടെ മേൽ, അവർക്ക് വന്ന ആ നബിമാർ, അംബിയാ മുർസലീങ്ങൾ, അവരുടെ മേൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവരെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ അവരോട് ചോദിക്കുകയും ചെയ്ത കാരണത്താൽ അവർ നശിച്ചു പോവുകയാണ് ഉണ്ടായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഫഇദാ അമർതും ബിശൈഇൻ ഫഅതു മിൻഹു മസ്തതഅതും, ഞാൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ കഴിവിൻ്റെ പരമാവധി അത് അനുസരിക്കുക. ഞാൻ എന്താണോ പറഞ്ഞത് അതേപോലെ ചെയ്യുക. നിസ്കാരത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞപ്പോൾ 5 വഖ്ത് നിസ്കാരം നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എല്ലാ ദിവസവും നിർവഹിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞു. അതുകൊണ്ട് അതങ്ങനെ തന്നെ നിർവഹിക്കണം. നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ വർഷവും ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് എല്ലാ വർഷവും ചെയ്യൽ നിർബന്ധമില്ല. ജീവിതത്തിൽ ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ തന്നെ നിർബന്ധമായും നിങ്ങളുടെ നിർബന്ധം വീടുന്നതാണ്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. വിശദീകരിച്ച് പറയേണ്ട സ്ഥലങ്ങളിൽ ഞാൻ അങ്ങനെ പറയും. പറഞ്ഞ കാര്യങ്ങളിൽ വല്ല സംശയമുണ്ടെങ്കിലാണ് ചോദിക്കേണ്ടത്. എണ്ണം പറഞ്ഞപ്പോൾ അതിനേക്കാൾ കൂടുതൽ വേണോ എന്ന് നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്നാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുത്തത്. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതേപോലെ അനുസരിക്കുക. വഇദാ നഹൈതുകും അൻ ശൈഇൻ ഫദഊഹു, എന്തെങ്കിലും നിങ്ങൾ ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യാതെയും ഇരിക്കുക എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഏതായാലും പരിശുദ്ധമായ ഹജ്ജ് കർമ്മം അത് ചുരുക്കി പറഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും നിർബന്ധമാണ്. കയ്യിൽ സമ്പത്തില്ല, സ്വന്തമായി വീടുമില്ലാത്തവർക്ക് അവർക്ക് നിർബന്ധമില്ല. പക്ഷെ ഈ സ്വന്തമായി വീടുള്ളവർ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവരുടെ വീടും വസ്തുവും കൂടെ വിറ്റാൽ എത്ര കിട്ടും എന്ന് ചിന്തിക്കണം. നമ്മളൊരു മഹലിൽ നിൽക്കുമ്പോൾ ആ മഹലിലെ ഏകദേശം മിക്ക ആൾക്കാർക്കും ഹജ്ജ് കർമ്മം നിർബന്ധമാണ്. പക്ഷെ അവരാരും ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടില്ല. കാരണം എന്താ? എൻ്റെ കയ്യിൽ പൈസയില്ല. ഒരിക്കലും അത് രക്ഷപ്പെടാനുള്ള വഴിയല്ല. ആഖിറത്തിൽ പരാജയപ്പെട്ടു പോകും. അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അവിടെ ചെന്നിട്ട് എൻ്റെ കയ്യിൽ പൈസയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഹജ്ജ് കർമ്മം നിർവഹിക്കാതിരുന്നത് എന്ന് അള്ളാഹുവിനടുക്കൽ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിന്റെ വീടും വസ്തുവും കൂടി വിറ്റിരുന്നുവെങ്കിൽ അന്നത്തെ കാലത്തെ വില വെച്ച് 50 ലക്ഷം രൂപ കിട്ടുമായിരുന്നു, നീ എന്തുകൊണ്ട് നിർവഹിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഞാൻ ആ വീടും വസ്തുവും വിൽക്കാതിരുന്നതാണ് എന്ന് പറഞ്ഞാലൊന്നും അവിടെ രക്ഷപ്പെടുകയില്ല. കാരണം അവന് ഹജ്ജ് കർമ്മം നിർവഹിച്ചതിൻ്റെ ബാക്കി പൈസ കൊണ്ടും അവർക്ക് വീടും വസ്തുവും വാങ്ങിക്കൊടുക്കാനുണ്ടായിരുന്നു. എന്നിട്ടും അത് ചെയ്യാതെ ഭാര്യയും മക്കളുടെയും അല്ലെങ്കിൽ അവനിക്കുമുള്ള വീട് വിൽക്കാൻ മനസ്സില്ലാതെ ഹജ്ജ് കർമ്മം ഉപേക്ഷിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷപ്പെടാൻ സാധ്യമല്ല എന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അൽ ഉംറതു ഇലൽ ഉംറതി കഫാറത്തുൻ ലിമാ ബൈനഹുമാ. 2 ഉംറ, ആ 2 ഉംറകളുടെ ഇടയിലുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. ഒരാൾ ഒരു ഉംറ നിർവഹിച്ചു, എന്നാൽ ഇനി അവൻ വേറൊരു ഉംറ നിർവഹിക്കുന്നത് വരെ ആ ഉംറ നിർവഹിക്കുന്നതിനിടയിലുള്ള എല്ലാ പാപങ്ങൾക്കും ഈ ആദ്യം ചെയ്ത ഉംറ പരിഹാരമാണ്. ഉദാഹരണത്തിന് ഇന്ന് ഞാനൊരു ഉംറ നിർവഹിച്ചു, ഇനി ഞാൻ 1 മാസം കഴിഞ്ഞൊരു ഉംറ നിർവഹിക്കുകയാണെങ്കിൽ ആ ഉംറയുടെയും ഈ ഉംറയുടെയും ഇടയിലുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നതാണ്. ഈ ആദ്യം ചെയ്ത ഉംറ അതിനൊക്കെ പരിഹാരമാണ് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു. വൽ ഹജ്ജുൽ മബ്റൂറു, ശേഷം പറയുന്നു, വൽ ഹജ്ജുൽ മബ്റൂറു, സ്വീകാര്യയോഗ്യമായ ഹജ്ജ്, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വീകാര്യയോഗ്യമായ ഹജ്ജ് അതാ ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ അവന് സ്വർഗമാണ് പ്രതിഫലമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധമായ ഹജ്ജിൻ്റെയും ഉംറയുടെയും പ്രതിഫലം ഈ ചെറിയ ഹദീസിലൂടെ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്.
ഒരാളൊരു ഉംറ നിർവഹിച്ചു, ഇനി അവൻ അടുത്ത ഉംറ എന്ന് നിർവഹിക്കുന്നുവോ ആ ഉംറ നിർവഹിക്കുന്നത് വരെയുമുള്ള മുഴുവൻ പാപങ്ങൾക്കും പശ്ചാത്താപമാണ്, അതിനുള്ള പരിഹാരമാണ് ഇവൻ ആദ്യം ചെയ്ത ഉംറ. അത് കാരണമായി എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നു. ഹജ്ജ് കർമ്മമോ ഒരു സ്വീകാര്യോഗ്യമായ ഹജ്ജ് ഒരാൾ നിർവഹിച്ചാൽ ഒരു ന്യൂനതയുമില്ലാതെ നല്ല രൂപത്തിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ അവൻ അതിനുള്ള പ്രതിഫലം സ്വർഗമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ട് വന്ന് ഒരാൾ അവൻ്റെ ജീവിതം വളരെ ചിട്ടപ്പെടുത്തി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവൻ്റെ ഹജ്ജ് മബ്റൂറായ ഹജ്ജാണ്, അവൻ സ്വീകാര്യയോഗ്യമായ ഹജ്ജാണ് നിർവഹിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ചിലരൊക്കെ ഹജ്ജ് ചെയ്തിട്ട് വന്നിട്ട് വീണ്ടും പല തെറ്റുകളുമായി ബന്ധപ്പെടുന്നവരുണ്ട്, മോശത്തരവുമായി ബന്ധപ്പെടുന്നവരുണ്ട്, മഹല്ലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ പലിശയുമായി ബന്ധപ്പെടുന്നവരുണ്ട്. നമുക്കെന്ത് മനസ്സിലാക്കാം? അവരുടെ ഹജ്ജൊന്നും സ്വീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം സ്വീകാര്യയോഗ്യമായ ഹജ്ജ് നിർവഹിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സ്വർഗാവകാശിയാണ്. എന്നാൽ വീണ്ടും നാട്ടിൽ വന്നതിന് ശേഷം മോശമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും മോശമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുകയും മറ്റുള്ളവരെ ദ്രോഹിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹജ്ജ് സ്വീകരിച്ചില്ല എന്നതിൻ്റെ അടയാളം കൂടിയാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഈ വർഷം തയ്യാറെടുക്കുന്ന എല്ലാ ഹാജിമാർക്കും അല്ലാഹു ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ ഈ പ്രസംഗം കേൾക്കുന്ന ഈ വർഷം ഹജ്ജിന് പോകുന്ന ഏതെങ്കിലും സഹോദരന്മാരുണ്ടെങ്കിൽ അവരെല്ലാം എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ദുആ ചെയ്യണമെന്ന് അവരോടൊക്കെ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹജ്ജ് കർമ്മം സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഇരു ലോകത്തും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഈ ആത്മീയമായ ക്ലാസ്സുകളിൽ ഇനി മുതൽ നമുക്ക് ആ ക്ലാസ്സിൻ്റെ അവസാനം ദുആ ചെയ്യണം. കാരണം പലരും അഭിപ്രായപ്പെട്ടത് പ്രകാരം ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിക്കുന്നവരുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ ആ ഓരോ ക്ലാസ്സിൻ്റെയും അവസാനം ദുആ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എൻ്റെ ഒറ്റയ്ക്കുള്ള ദുആയിലും ഉൾപ്പെടുത്തും, അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ്സിലുള്ള ദുആയിലും ഉൾപ്പെടുത്തും. അതുപോലെ ഞാൻ ഖുതുബത്ത് ചെയ്യുന്ന പള്ളിയിൽ എല്ലാ തിങ്കളാഴ്ച രാവും മഹാനായ EK ദാരിമി ഉസ്താദ് തുടങ്ങി വെച്ച് തന്ന ദിക്ർ ഹൽക്ക മജ്ലിസ് നടക്കുന്നുണ്ട്. ആ മജ്ലിസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ദുആരക്കും. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ക്ലാസ് മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. കുടുംബ ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ള വ്യക്തികളിലേക്കും ഒക്കെ നിങ്ങൾക്കറിയുന്നവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. നഈം വിഷൻ എന്ന ഈ ചാനലിലൂടെ ക്ലാസുകൾ കേൾക്കുകയും പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സഹോദരന്മാർ ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അവരുടെ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ നീ അറിയുന്നവനാണ് അല്ലാഹു. എല്ലാം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. റഹ്മാനെ, അവരുടെ എല്ലാവരുടെയും എല്ലാവിധ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അവരുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാനെ. സ്വന്തമായി ഭവനമില്ലാത്തവരുണ്ട്, അവർക്കൊക്കെ സ്വന്തമായി നീ ഭവനം നൽകണേ റഹ്മാനെ. സ്വന്തമായി വീട് വെക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ നീ ഖൈറായ ജോലി നൽകണം റഹ്മാനെ. അതുപോലെ പല കാര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന പലരും ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് റഹ്മാനെ. അവരുടെ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ വളരെ വ്യക്തമായി നീ അറിയുന്നവനാണ്. എല്ലാം നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു റഹ്മാനെ. എല്ലാം നീ ഏറ്റെടുത്ത് പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖീം سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.